സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് 118 പേർ. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലത്തും കുറവ് കാസർഗോട്ടും. മരിച്ചവരിൽ 10 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികളുമുണ്ടെന്നും കണക്കുകൾ. വിവരാവകാശ രേഖയുടെ പകർപ്പ് മീഡിയ വണ്ണിന്. ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് കാര്യകാരണങ്ങൾ സഹിതമുള്ള കണക്കുകളുള്ളത്. കൊല്ലത്ത് 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരത്ത് 16 പേരും പാലക്കാട് 13ഉം ആലപ്പുഴയിൽ 12 പേരും തൃശൂരിൽ 11 പേരും പേവിഷബാധയേറ്റ് മരിച്ചു. എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ 9 പേർക്കും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ 7 പേർക്കും ജീവൻ നഷ്ടമായി. മലപ്പുറം 4, ഇടുക്കി വയനാട് 3, കോട്ടയം 2, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മരണനിരക്ക്. മരിച്ചവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരമോ പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവോ ലഭിക്കുന്നില്ലെന്നും രേഖകൾ സൂചിപ്പിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ പട്ടി കടിക്കുന്ന ആൾക്കാർ അവർ കയ്യിൽ പൈസ കൊടുത്ത് ചികിത്സിക്കുകയും ചത്തുപോകുന്നതിനെ കൂട്ടുകാർ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതേസമയം നോക്കിയേ, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക തെരുവ് പട്ടി കടിച്ച ഒരാളെ കൊന്നാൽ 5 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുകയാണ്. ഇവിടെ ചികിത്സിക്കാനായിട്ട് ബാൻഡേഡ് മേടിക്കാൻ പോലുള്ള പൈസ കൊടുക്കുന്നില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് സിരിജിഗൻ കമ്മിറ്റിയാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചതിന് പിന്നാലെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രേ ഡോഗ് വിക്ടിം കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. തെരുവുനാശല്യം പരിഹരിക്കുന്നതിനും തുടർ നടപടികൾക്കും ചുക്കാൻ പിടിക്കേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വ്യക്തമായ ഉത്തരമില്ല. മീഡിയ 1 കൊച്ചി.